എനിക്ക് നമ്മുടെ കേരള സ്നാക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉള്ളിവട തന്നെയാണ്. ഉള്ളിവട ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഞാൻ തന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉള്ളിവട എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ഉള്ളിവട ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉള്ളിവട. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം, എങ്കിലാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് കേട്ടോ. ഉള്ളി എപ്പോൾ അരിഞ്ഞാലും എൻ്റെ കണ്ണ് കുറേ അങ്ങ് നീറി അങ്ങ് പുകയും. പിന്നെ ഉള്ളി അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ഞെരടി 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാമെങ്കിൽ അതിനുള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് വെള്ളം ഇറങ്ങി വരുമ്പം ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് ആ വെള്ളം അങ്ങ് കളയണം കേട്ടോ. എന്നിട്ട് സവാള എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത്, പിന്നെ ആണെങ്കിൽ കുറച്ച് കറിവേപ്പില, ഇതും പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കണം. മൈദയാണെങ്കിൽ ആ ഒരു ഉള്ളിയുടെ പുറത്ത് കോട്ട് ചെയ്ത് നിൽക്കണം, അത്രയും മൈദ ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവും 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തളിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും ഉള്ളി കൂടുതലും മൈദയും കടലമാവും കുറവുമായിരിക്കണേ ഉള്ളിവടയ്ക്ക്, എങ്കിലാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ഇനി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചായയും കൂടെ അടുപ്പിലേക്ക് വെക്കാം. ഇനി നടുക്കൊരു തുളയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിവട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായ ആകുന്ന ഒരു സൈഡിൽ ഉള്ളിവട ആകുന്നു. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചായ റെഡി ആയി കഴിയുമ്പോഴത്തേനും ഉള്ളിവട റെഡി ആയിട്ടില്ല. അപ്പം ഞാൻ ചായ ഒന്ന് അടച്ചു മാറ്റി വെക്കുവാണ്. ഉള്ളിവട റെഡി ആയിട്ട് ഒരുമിച്ച് ചായയും ഉള്ളിവടയും കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് രാത്രിയിലത്തേന് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പിസ്സ വാങ്ങിക്കാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡിന്നർ ഉണ്ടാക്കേണ്ടായിരുന്നു, ഇത് ഫ്രീ ആയിരുന്നു വൈകുന്നേരം. ഞങ്ങളുടെ പിസ്സ ഫ്ലേവറിൽ ഏറ്റവും ഇഷ്ടം ബാർബിക്യും സ്പൈസി റാഞ്ചും ആണ്. അപ്പോൾ അത് രണ്ടുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം മമ്മി 2 ദിവസം കഴിഞ്ഞ് പോവായതുകൊണ്ട് മോൻ ഇച്ചിരി കൊഞ്ചിയൊക്കെ മമ്മിയുടെ അടുത്ത് കിടക്കുവാണ്. അപ്പം ഞങ്ങൾ കാണുന്ന ആകെയുള്ളൊരു സീരിയൽ എന്ന് പറയുന്നത് അളിയൻസ് എന്ന് പറയുന്ന സീരിയലാണ്. എപ്പോഴും വൈകിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഈ ഒരു സീരിയൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാറ്. അപ്പം ഇന്നും അതുപോലെ തന്നെ പിസ്സയും അളിയൻസും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.